ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഫിനിക്സ് ഗെയിമിംഗ്. അപ്പോൾ ആദ്യത്തെ മൾട്ടിപ്ലെയർ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ സ്കൂൾ ഫ്രണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം അല്ല, ഇപ്പോൾ ആൾ വേറെ സ്കൂളിൽ, ഞാൻ വേറെ സ്കൂളിലാണ്. അപ്പോൾ ആളിൻ്റെ പേര് EPS എന്നാണ്. ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ ആൾ സമ്മതിക്കില്ല യൂട്യൂബ് ചാനലിൽ പറയാൻ. ആൾ മലയാളിയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയേക്കുന്നത്. സംസാരിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവൻ്റെ ലിങ്ക്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇവൻ മലയാളിയാണ് ഗൈസ്. പിന്നെ വോയിസ് കൊടുക്കാൻ മറന്നുപോയി ഗൈസ്. അതാണ് പ്രശ്നം. വോയിസ് ഇതിൽ വരില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഇപ്പോൾ അവൻ്റെ ഒരു സർവർ വേൾഡ് കയറിയേക്കുവാണ്. ആദ്യം തന്നെ കയറി ചെന്ന് ഡയമണ്ട് വരിയിട്ടുണ്ട്. എവിടെ നിന്ന് ഒരു ഡയമണ്ട് കിട്ടിയത്. ഇതാണ് സ്ഥലം ഗൈസ്. ഒരു കേവാണ്, നൈറ്റാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ വന്നിട്ട് എനിക്ക് ഇച്ചിരി തന്നു. എന്തിനാടാ പുറത്ത് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വുഡ് വെട്ടാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ 60 ഇവിടെ ഒരു ഓഫീസാണ്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു കീപ്പ് ഇൻവെൻട്രി ഓണാക്കി. അപ്പോൾ അവൻ പറഞ്ഞു കീപ്പ് ഇൻവെൻട്രി ഓണാണ് ബ്രോ എന്ന്. നമുക്കൊരു ടീമുണ്ട് ഗൈസ്, 7 പേരടങ്ങുന്ന ടീമാണ്. ഞാൻ ക്രീപ്പറിൻ്റെ കയ്യിൽ നിന്ന് ചത്തിട്ടുണ്ട്. അപ്പോൾ 7 പേരും വരുന്നുണ്ടാവും ഇനിയുള്ള വീഡിയോസിലൊക്കെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു 1ാമത്തെ മെമ്പറാണ് ഞാൻ. 1ാമത്തെ, ഇവൻ 2ാമത്തെ മെമ്പറാണ്. 3ാമത്തെ മെമ്പർ ഉണ്ടാവും. ഞാൻ ഇവിടെ സോംബീനെ കൊതി കാണിപ്പിക്കുക. അപ്പം മിണ്ടായിട്ട് ഇറക്കാമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അവൻ്റെ വോയിസ് ഞാൻ കൊടുത്തില്ല. ഞാൻ ഓർത്തില്ല ഗൈസ് വോയിസ് വേണമെന്നുള്ള കാര്യം. എൻ്റെ വേൾഡ് നശിപ്പിച്ച് കൊടുക്കാമെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ നശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ വേൾഡൊക്കെ. ഇവനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ വില്ലേജറിൻ്റെ പുതിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഹിറ്റാച്ചി ഉച്ചിഹാൻ്റെ സ്കിന്നാണ് എടുത്തിട്ടേക്കുന്നത്. സ്കിന്ന് മാറ്റണമെന്നുണ്ട്. ഓക്കെ, മാറ്റിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഒഫീഷ്യൽ സ്കിൻ എടുത്തിട്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് എൻ്റെ ഒഫീഷ്യൽ സ്കിൻ. ഇവൻ്റെ സ്കിൻ ഇതാണ്. പക്ഷേ ഞാൻ ഇവൻ്റെ സ്കിൻ അങ്ങ് മാറ്റിപ്പിക്കും. കാരണം എൻ്റെ കളറാണ് ബ്ലാക്ക്. കളറൊക്കെ MZRP ലുക്കാണ് നമ്മൾ പിടിക്കുന്നത്, നമ്മൾ സാധാരണ. അതുകൊണ്ട് ഇവൻ സ്കിൻസ് അവൻ ഞാൻ പറഞ്ഞു കൊടുക്കുക ഗൈസ്. കാരണം അവൻ എൻ്റെ സ്കിന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലി ട്രസ്റ്റഡ് സ്കിൻസ് ഓഫ് ചെയ്തിടാൻ. ഓൺ ആക്കുമ്പോൾ നമുക്ക് സ്കിന്ന് കാണില്ല, ഓഫ് ആക്കിയിട്ടാൽ നമുക്ക് സ്കിന്ന് കാണും ഗൈസ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നോക്കാം ഗൈസ്. എന്താണ് ഇടയ്ക്കിടയ്ക്ക് മൈക്രോഫോണെന്നും പറഞ്ഞു വരുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് അത്. ലെറ്റ്സ് ഗോ. സെറ്റിങ്സ് ബാക്ക് അടിച്ചോ. അവൻ ചെയ്യുന്നുണ്ട് ഗൈസ്, അതാണ് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഫിനിക്സ് ആൻഡ് EPH. കഴിഞ്ഞിട്ടില്ല, എന്നാലും വെറുതെ പറഞ്ഞത് നടുക്ക് വെച്ച്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് അവനത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പുറത്തോട്ടെല്ലാം പോകാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒരു ക്രീപ്പർ ഓനെന്നും പറഞ്ഞ് അവനെ വിളിച്ചിരുത്തുക. കം ഹിയർ. അയ്യോ, ഞാൻ അത് കയറിയില്ല. അവൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര അവിടെ ശബ്ദം കേൾക്കടാ, പൊട്ടിച്ചാടാ വീട് കത്തോന്ന് ചോദിച്ചു. ഞാനല്ല അത് ഫിനിക്സ്, ഞാൻ ഫ്ലൈ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മാറി കളിച്ചു. ഇത് സ്കിന്നൊക്കെ മാറ്റി. ഇതാണ് ഗൈസ് സർവറിൻ്റെ ആഡ്മിൻ. ഞാൻ വേറെ ആൾ ഇതല്ല, ഞാൻ അവനല്ല, ഫിനിക്സ് അല്ല ഞാൻ. എൻ്റെ തിരിച്ചെൻ്റെ സ്കിന്നി വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡയമണ്ട് ബക്കറ്റൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട് ഗൈസ്, ആവശ്യം വരും. ഇതാണ് സ്പൈഡറിൻ്റെ ഉണ്ട്, അതൊക്കെ ചത്തക്കത്തൊക്കെ. പിന്നെ ഇത് പൊട്ടി ഗൈസ്, എങ്ങനെയെങ്കിലും വെക്കണം. എനിക്ക് ആ വില്ലേജറിൻ്റെ പാടെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി ഈ വേൾഡിൻ്റെ വീഡിയോസ് കാണാൻ ചാൻസ് കുറവാണ്. നമ്മൾ സർവേഴ്സിനെ പണിയായിട്ട് നടക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയായിട്ട്. കുറേ ബിൽഡൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. സത്യം പറയാൻ വയ്യ. നിങ്ങൾക്കൊരു റീക്യാപ്പ് ചെയ്യാൻ സർവർ വരുമ്പോഴേക്കും കാണിച്ചു തരാം. ലോഞ്ച് ഇതുവരെ ഒന്നും ആയിട്ടില്ല ഗൈസ്. ഇന്നലെ എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു ലോഞ്ച്. അപ്പോൾ ഓരോരുത്തരും ഫ്രീ ആവണ്ടേ, ഇത് ഇച്ചിരി പാടാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇച്ചിരി പാടാണ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളെ സർവർ മൈൻക്രാഫ്റ്റ് വീഡിയോസിൻ്റെ. അപ്പോൾ വരുന്നുണ്ടാവും. ഞാൻ പോസ്റ്റൊക്കെ ഇട്ടു നമ്മളെ ടീമിൻ്റെ, മൊത്തം ടീമിൻ്റെ അല്ല, ഉള്ള ഇച്ചിരി ടീമിൻ്റെ 3 പേരെ പോസ്റ്റ് ഇട്ടു. ഇവൻ്റെ പോസ്റ്റ് ഇട്ടില്ല. അപ്പോൾ ഇവനാണ് എൻ്റെ വേറൊരു ഫ്രണ്ടാണ് ആൾ. അപ്പോൾ എനിക്ക് അയൺ പിക്കാക്സ് ഒന്നും എൻ്റെ സ്റ്റോണില്ല എന്ന് പറഞ്ഞപ്പം, അപ്പോൾ അവൻ്റെ അയൺ പിക്കാക്സിൻ്റെ ഡ്യൂറബിലിറ്റി ഉണ്ടോ, നല്ല ഡ്യൂറബിലിറ്റി എന്നും പറഞ്ഞ് ഞാനത് അത്രയും
അവിടെ ഇച്ചിരി പൊട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നിൻ്റെ സാധനം എന്നും പറഞ്ഞ് അവനെ കൊണ്ടുപോയി കൊടുത്തിട്ട് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഇത് വെച്ചു. ഇത് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ സ്റ്റിക്കില്ല. ഇനി അവൻ്റെ അടുത്ത് പിന്നെയും ചോദിക്കണവേ. അങ്ങനെ എൻ്റെ കൈ കൊണ്ട് ആ സോംബീനെ അടിച്ച് തെറിപ്പിച്ച് അവൻ്റെ അവിടെ സ്പൈഡറിൻ്റെ കൂടെ ഓടി കളിക്കുക. അപ്പോൾ നമ്മളുടെ സെർവറിൻ്റെ ഒരു റീക്യാപ്പ് വീഡിയോ ഇന്ന് വരുന്നുണ്ടാവും. ഇന്നൊരു വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ ആ സെർവറിൻ്റെ മൊത്തം കൂടെ ഉള്ള ഒരു വ്യൂ കാണിച്ചു തരില്ല. വ്യൂ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യിച്ച് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും സപ്പോർട്ട് കാണണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഞാൻ തമ്മയിലെടുക്കാൻ നോക്കിയതാണ്. കാരണം എൻ്റെ ഹെൽത്ത് കണ്ടു നിങ്ങളെല്ലാവരും. ഹെൽത്ത് ഹെൽത്ത് ഓക്കെ, വരെ ഹെൽത്താണ് എനിക്കുള്ളത്. അവൻ എനിക്ക് ഇച്ചിരി വുഡൊക്കെ തന്നിട്ടുണ്ട്. പുറത്ത് ആരാ റഫ്റ്റിൻ്റെ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെയാണ്. എനിക്ക് മൈക്ക് കാണിക്കണമെന്നുണ്ട് വെച്ചാൽ എൻ്റെ ഇതിട്ടില്ല. എനിക്ക് ഇച്ചിരി വോയിസ് ഓവർ ഇത്രയും ചെയ്യണം 29 മിനിറ്റും. ശരി. പിന്നീട് എനിക്ക് ഈ സ്റ്റോൺ ഇത് പറ്റിയില്ല. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങണമെന്നും പറഞ്ഞ് അവനെ കൊണ്ട് ഇറക്കിപ്പിച്ച് കൊന്നിട്ടുണ്ട് അവനെ, പുറത്തുനിന്ന് സോംബീനെ. പിന്നെ മൊത്തം സ്റ്റോൺ പൊട്ടിക്കാൻ വേണ്ടി പോയി. ഒരു 3 സ്റ്റോണും കൂടെ വേണം എനിക്ക്. അങ്ങനെ ഞാനൊരു ആക്സിന് 3 സ്റ്റോണും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സ്പോണിൻ്റെ കുറച്ച് ബിൽഡ് ഞാൻ ഒരു വീഡിയോ വരുന്നുണ്ടാവും. ഇച്ചിരി അത് അണ്ടർ കൺസ്ട്രക്ഷനാണ്, എന്നാലും ഉണ്ടാവും. നിങ്ങളെ സപ്പോർട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ ഓക്കെ, അവൻ അവിടെ സ്റ്റോൺ വെച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഡേർട്ട് വെച്ച് ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ അവൻ ആ സ്റ്റോൺ വെച്ച് അങ്ങ് ഫില്ല് ചെയ്ത്. പിന്നെ ഞാനവിടെ മുഴുവൻ ഡേർട്ട് വെച്ച് അങ്ങ് നിറച്ച്. അവൻ എൻ്റെ കൈ ഡേർട്ടൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ, അവൻ്റെ ബേസ് അവൻ്റെ സ്ഥലമാണ് ഇത്. അതായത് അവൻ്റെ സെർവറല്ല ഇത് വെറുതെ ഒരു വേൾഡ് ഇൻവൈറ്റ് ഇട്ട് കയറില്ല ആ പരിപാടിയാണ്. ഞാൻ കയറിയത് വെറുതെ ഒന്ന് കളിക്കാൻ, ഒരു വീഡിയോ ഒക്കെ ഇടാനാണ് കയറിയത്. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ വീഡിയോയ്ക്ക് വരുന്നുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഈ സ്ഥലം ഞാൻ എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് മുന്നേ അവിടെ എടുത്തറാന്ന് പറഞ്ഞു. അവൻ കിടന്നവിടെ അലറുക. എനിക്ക് ആ പച്ചപ്പ് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് കേവിൽ. അപ്പോൾ നമ്മൾ ഇനി ഇതിന് വേൾഡ് വരാൻ ചാൻസ് കുറവാണ്, എന്നാലും അടുത്തുനിന്ന് എടുത്തതാ. ഓക്കെ, എന്തായാലും നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പുറത്തേക്ക് പോകാം. ഇതിപ്പോൾ കേവിൻ്റെ അകത്ത് നിൽക്കുക, എവിടെയൊക്കെയോ നിൽക്കുക. അതിൻ്റെ ബേസ് തന്നെ ഒരു കേവ. ഡെഡൻ്റാ? ഇനി അങ്ങോട്ട് പോവും. ഗൈസ് ഡെഡ് ആണല്ലോ. ഡെഡ് ആണ് ഗായ്സ്. ഡെഡ് അപ്പോൾ നമുക്ക് ഇച്ചിരി ഫുഡൊക്കെ അടിച്ച് പതുക്കെ പോയി. 2 ഹെൽത്തേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഒരു പാർക്കോർ വീഡിയോ ആണോ ഗൈസ്? നമ്മൾ പാർക്കോറൊന്നും കളിക്കാറില്ലാത്ത ആളാണ് മൈൻക്രാഫ്റ്റിൻ്റെ. അപ്പോൾ കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, എന്തായാലും വരുന്നുണ്ടാവും പാർക്കോറായിട്ട്. എനിക്ക് ഒട്ടും അറിയാത്ത പരിപാടിയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. സ്പൈഡറിൻ്റെ തലയിൽ കൂടെയൊക്കെ ചാടി മറിഞ്ഞ് ഇവിടെ മുഴുവനും ക്രീപ്പറിനെ പൊട്ടിച്ചിട്ടേക്കുന്ന ഗൈസ്. എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ടോർച്ച് വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ടോർച്ചില്ല, നീ ഇച്ചിരി ഇവിടെ ടോർച്ച് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ 2 ടോർച്ച് തന്നു. അപ്പോൾ മൊത്തം 11 ടോർച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചർക്ക എനിക്ക് 9 തന്നിട്ട് അവൻ്റെ 2 ഉണ്ട്. അങ്ങനെ അവൻ്റെ വീട് മുഴുവൻ ഞാൻ ടോർച്ച് വെച്ചങ്ങ് നിറച്ചിട്ടുണ്ട്. അതായത് 3 ക്രീപ്പറിനെ അങ്ങ് പൊട്ടിച്ച് കൊന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹെൽത്താണ് സ്കെൽട്ടനെ വെച്ച് ആരോ അടിച്ച് കൊന്ന് ചത്തു. അങ്ങനെ അടുത്ത എൻ്റെ കയ്യിരുന്ന ഡേർട്ട് മൊത്തം അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവൻ എവിടെ നോക്കിയപ്പോൾ അവൻ എവിടെ അകത്ത് കാണുന്നില്ല. അവൻ എന്താ എക്സ്പ്ലോറിങ്ങിനാണ്ട പോയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അവിടെ ഒരു ഡയമണ്ട് ഇരിക്കുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടില്ല അവിടെ ഇറക്കണേ. ഞാൻ 2 അവന്മാരെ വീട്ടിൽ വിളിച്ച് കയറ്റി ചായയും വടയും തരാമെന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ച് കയറ്റി അവന്മാരെ ഞാൻ എന്നിട്ട് ഇറങ്ങി കൊടുത്ത് അവന്മാരെ അതിൻ്റെ അകത്തിട്ട് പൂട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവന്മാരിവിടെ കിടക്കട്ടെ. എഫ്രൈം വരുമ്പോൾ തീരും ഗൈസ്. അവൻ്റെ പേര് എഫ്രൈം എന്നാണ്, ഈ പിച്ചെന്ന് വിളിക്കും. യൂട്യൂബ് ചാനലിൻ്റെ പേര് ജെഡ് ബോയ് എന്നായിരുന്നു പണ്ട്, ഇപ്പം എന്താണെന്ന് ഓർമ്മയില്ല. സ്കോഡ് ഗെയിമറോ അങ്ങനെ എന്തൊക്കെയാണ്, എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഈ പിച്ചെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതേ ഒരു ഷീപ്പ് പോകണം. എനിക്ക് ബെഡില്ല. അങ്ങനെ ഞാൻ ബെഡിന് വേണ്ടി ഒരു ഷീപ്പിനെ കൊന്നു. അങ്ങനെ ഒരു ഷീപ്പിനെ തട്ടിയിട്ടുണ്ട്. അങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ മൈനിങ്ങിന് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മൈനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനിവിടെ എക്സ്പ്ലോറിങ്ങിനും പോയി ഗൈസ്.
ഇനി എനിക്ക് എക്സ്പ്ലോറിങ്ങിന് മെയിനായിട്ട് പോയത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് തന്നെയാണ്. അല്ലേ വലിയ പണിയൊന്നുമില്ലല്ലോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മൾ അവനെ നോക്കി ഇതിൻ്റെ അകത്ത് ഞാൻ വന്നപ്പോൾ അയ്യോ എൻ്റെ സോംബികളെ കാണുന്നില്ലേ, അവൻ അപ്പോഴാണ് അറിയണത് ഞാൻ സോംബി രണ്ടെണ്ണത്തിന് പിടിച്ച് അവത്തേറ്റിയത്. എടാ നീ വേറെ അവത്തേറ്റിയത് ഇത് പറഞ്ഞ അവൻ്റെ കിടന്ന് അവിടെ അല്ല എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ അവൻ പറഞ്ഞ് അത് ഡീസ്പോൺ ആയിട്ട് കാണും, എനിക്കറിയാൻ ബ്രോ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇത്രയും പെട്ടെന്ന് ഡീസ്പോൺ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുത്തിന് ഹെൽമെറ്റ് വരെ ഉണ്ടായിരുന്നു, അതെങ്ങനെ ഡീസ്പോൺ ആയെന്തോ. രണ്ടാവും ഞാൻ വിചാരിച്ചത് അവൻ സ്പോൺ ആകുമ്പോൾ അയ്യോ 2 സോംബി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ പിടിക്കാം. അവൻ റൗണ്ട് ചെയ്ത് ചത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പ്ലോറർ ഡോറ ദ എക്സ്പ്ലോറർ അല്ല ഫിനിക്സ് ദ എക്സ്പ്ലോറർ തമ്മിൽ ക്യാപ്ഷനുമായി. ഓക്കെ, ഈ സ്റ്റോണിൻ്റെ സ്ഥലമൊക്കെ കാണുന്നുണ്ട്. എന്താണ് സ്റ്റോണാണ് ഈ മൗണ്ടൻ മുഴുവനും സ്റ്റോണാണല്ലോ. മൗണ്ടൻ അല്ല, ഇതെന്താണ് ഇങ്ങനെ ഇത്ര സ്റ്റോൺ ഇവിടെ? എനിക്കറിയില്ല. നമുക്ക് ജംഗിളിലോട്ട് പോയി നോക്കാം ഗൈസ്. നമുക്ക് ജംഗിളിൽ പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബയോമാണ് ഗൈസ് ജംഗിൾ. ഐ ലവ് ദാറ്റ് ബയോം. ഞാൻ നേരത്തെ അതെ കിളി ഇതാണ് ഗൈസ് നീലി കളിങ്കാട്ട് നീലി. അപ്പോൾ ഞാൻ പേരിട്ടിട്ടുണ്ട് ഗൈസ്, കളിങ്കാട്ട് നീലി. ഇതേ ഒരു ഡാർക്ക് ബ്ലൂ അവിടെയൊക്കെ പറക്കണ്, ഒരു പച്ച പറക്കണം അപ്പുറത്ത്, ഇതേ പച്ച പറക്കണ്. എല്ലാത്തിനും ടൈം ചെയ്യാം ഗൈസ്, 5 എണ്ണം ഉണ്ട്. നമുക്കത് നീലീനെ തപ്പി കണ്ടുപിടിക്കട്ടെ. നീലി, കളിങ്കാട്ട് നീലി, ഇച്ചിരി സീഡ് തരാം. അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, 1 ടാപ്പ് കയറിക്ക് വേണം. 1 ടാപ്പ് കയറിക്ക്. ഗുഡ് ഗേൾ. 1 ടാപ്പ് കയറിയിട്ടുണ്ട് ഗൈസ്, 1 ടാപ്പ് കയറിയിട്ടുണ്ട്. 1 ടാപ്പ് കൊല്ലുന്ന രീതിയിലാണ് പറയുന്നത് 1 ടാപ്പ് എന്ന്. ഓക്കെ ഗൈസ്, എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു പെറ്റ് കിട്ടിയിടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണോടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഈ ഡാർക്ക് ബ്ലൂവിനെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അടുത്തത്. അങ്ങനെ ഡാർക്ക് ബ്ലൂവിന് ഞാൻ 1 2 3 4 എണ്ണം കൊടുത്തു. അവൻ എൻ്റെ കൂടെ വരണ്ട പോലും. എങ്കിൽ പിന്നെ ഞാൻ തീടെ ഒട്ടിക്കൊള്ളറാന്നും പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ ഗൈസ് നീലീനെ കാണിക്കുന്നു, കളിങ്കാട്ട് നീലി. അവൻ്റെ പിന്നാലെ വരുന്ന കേട്ടാ, ഞാൻ തരുള്ളറാ. ആ കളിങ്കാട്ട് നീലീനെ കാണിക്കുന്നു. ഇതാണ് ഗൈസ് നമ്മളെ കളിങ്കാട്ട് നീലി. ഓക്കെ, ലെറ്റ്സ് ഗോ. നാളെ ഇനി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, കൊണ്ടുവരും ഞാൻ. ഒരു കമൻറ്റെങ്കിലും ചെയ്യാരെങ്കിലും. ഇത് മറ്റേ വൂൾഫല്ലേ ഗൈസ്, വൂൾഫിനെ കിട്ടിയിരിക്കുന്നു. എവിടെ നിന്ന് ഞാൻ വെറുതെ ഒന്ന് ഫോൺ കൈ പിടിച്ചതാണ്, അപ്പോഴേക്കും കിട്ടി. ഞാൻ ശബ്ദം കേട്ട അങ്ങനെയാണ് വന്നത്. അങ്ങനെ എന്നെ ചെയ്ത്. പിന്നെ ഞാൻ പറഞ്ഞെടാ എന്നെ ഓപ്പോസിറ്റ് ആക്കാൻ പറഞ്ഞു, ഓപ്ഷൻ അതാക്കാൻ പറഞ്ഞു. അപ്പോൾ പേഴ്സണൽ ലെവലാണ്. അവൻ എന്നെ അതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ആക്കാമെന്ന് പറഞ്ഞ് ആക്കുമായിരുന്നു. ഓക്കെ, ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാമോ ഓക്കെ, ഷോ കോർഡിനേറ്റ്സും ഷോ ഡിസ്പ്ലേയും ഓണാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബേസിൽ പോവാം. ഓക്കെ, നമ്മളെന്താണ് ചെയ്യുന്നത്? ടൈം സൺറൈസ് ആക്കുകയാണ്, ഡേ ആക്കുകയാണ് ഗൈസ്. എനിക്ക് നൈറ്റ് ഈ പെറ്റുകളെയും കൊണ്ട് പോകാൻ പറ്റില്ല, അതാണ് റീസൺ ഞാൻ ഡേ ആക്കിയത്. അപ്പോൾ ഗൈസ് അമ്മമാരെ നീലിയുണ്ട് ഗൈസ്, നീലിയുണ്ട്, കളിയങ്കാട്ട് നീലി. അപ്പോൾ നമുക്കവിടെ നിന്ന് പോവാം. എങ്ങോട്ടാണ് ബൈസ്? നേരെയാണല്ലേ, നേരെ ഹോട്ട് ബാർ കാണിക്കുന്നുണ്ട്. അത് അവൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നതാണ് ഗൈസ്. ഞാൻ എന്തായാലും ഇപ്പം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്തു ഗൈസ് അവൻ്റെ അടുത്ത്. ഇവൻ ഈ പെറ്റിന് എന്ത് പേരിടും? എന്തിടും? നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, എന്ത് പേരിടണമെന്ന്. ഓക്കെ, എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. അതായത് നീലി വീണു. നീലി കൂടെ വരും ഗൈസ്, നമുക്ക് നേരെ പോവാം. ഞാൻ മൈൻഡ് പോലും ആക്കിയില്ല അവൾ വീണത്. പോട്ട് ഇപ്പോഴാണ് ഗൈസ് നോക്കിട്ടത്, അവൾ വന്നില്ല. അത് ഓക്കെ, വാ കയറ് റെട്രോ. ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് റെട്രോ എന്ന് പേരിട്ടിട്ടുണ്ട് നമ്മളെ പട്ടിക്കുട്ടിക്ക്. ഇനി നിങ്ങൾക്ക് എന്ത് പേരിടണമെന്ന് കമൻറ്റ് ബോക്സിൽ പറ. അപ്പോൾ നമുക്ക് റെട്രോ എന്ന് വിളിക്കാം പട്ടിക്കുട്ടീനെ. വേറെ വൃത്തിയായിട്ട് പേരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. ഓക്കെ, കേറ് ലെറ്റ്സ് ഗോ. നമ്മളെ കേവാണോ അത്? നമ്മളെ കേവാണോ? അതിൻ്റെ കേവാ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവിടെ കൊണ്ടുപോയി ചാടിക്കൊടുക്കാം. നമ്മളൊരു കേവിലാണല്ലോ ജീവിക്കുന്നത് ഗൈസ്.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബേർഡ് നിൽക്കണം. അങ്ങനെ നേരെ സീഡ് പൊട്ടിച്ചു. അതിന് പേര് വിട്ടു മീനുക്കുട്ടി 2.0. മനസ്സിലായിക്കാണ് സുധി, ഇത് സാക്ഷാൽ സുധി എണ്ണൻ്റെ, അതായത് മൈൻക്രാഫ്റ്റ് ഗേഡ് സുധി എണ്ണൻ്റെ ബേർഡാണ് ഇതേ പറക്കണ. അതിനെ അൺമ്യൂട്ട് ചെയ്തു ഗൈസ്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവൻ ഒറ്റതിൽ തന്നെ ടേം ആയിട്ടുണ്ട് ഗൈസ്. മീനുക്കുട്ടി 3.0, നീലിയും മീനുക്കുട്ടി 3.0യും റെട്രോയും. ഇതാണ് ഇപ്പോഴത്തെ ഇവരുടെ പേര്. റെട്രോ മാറ്റാം, മീനുക്കുട്ടി 3.0 അത് മാറ്റണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ തമ്മയിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെയും എഗെയിൻ തമ്മയിൽ സെറ്റാക്കി. ബാ 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 ഇങ്ങ് വാ, കം ഹിയർ. നമ്മളെ ബേസ് ഇവിടെ എവിടെയാണ് ഗൈസ്, ഇവിടെ എവിടെയെന്ന് അറിഞ്ഞുകൂടാ. അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരുടെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് ചത്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ ചത്തിട്ട് കാര്യമില്ല, എൻ്റെ പെറ്റ്സൊക്കെ പോകും ഗൈസ്, അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞ്. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിടാ ആർക്കാന്ന് പറഞ്ഞു. അവൻ തന്നെ അറിയില്ല ഗൈസ് അവൻ്റെ ബേസ് എവിടെയാണ്. അങ്ങനെ ഞാൻ ഓടിച്ചാടി മറിഞ്ഞ് വന്ന് ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്, തിരിച്ചു പോവുകയാണ്. എന്തായാലും നമുക്ക് നമ്മളെ ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈറ്റ്സ് മീ ഫിനിക്സ് ഗെയിമിംഗ് സൈനിങ് ഓഫ്.